എൻ്റെ ഇക്ക 2 വർഷം ഇങ്ങനെ കിടക്കുന്നു. ആരോടോ പറയണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് ആകെയുള്ള ഒരു ആൺതുണയാണ്. എല്ലാവരും ഞങ്ങൾ പരമാവധി സഹായിക്കണം. 6 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി ഇങ്ങനെ കിടക്കുന്നത്. ചെറിയ 2 കുഞ്ഞു മക്കളുള്ളത്. അതിന് ആരും മുമ്പിൽ കൈ നീട്ടണ്ടെന്ന് അറിയില്ല. പഠിച്ചവനെ പരമാവധി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ആകെയുള്ള ഒരു അത്താണി ഞങ്ങൾക്ക്, വേറെ ആരുമില്ല. ആകടെ ഉപ്പയോ ഇല്ല. ഉമ്മയോ ഉമ്മാമ്മയോ ഞാനും എൻ്റെ മാപ്പിളയുള്ളൂ. എൻ്റെ ഉപ്പയോ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് തൊഴിലുറപ്പിന് പോയിട്ടാണ് നമ്മുടെ ജീവിതം ഇതുവരായിട്ട് കഴിഞ്ഞത്. അങ്ങനത്തെ ഗതി കണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോ എൻ്റെ മുമ്പിൽ വന്നത്. ഞാൻ എൻ്റെ മോനെയും കൂട്ടിയിട്ട് എല്ലാവരോട് സഹായം ചെയ്തത് പോയിട്ടുണ്ട്. എൻ്റെ മക്കളെ വരെ കൂട്ടിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്തൊക്കെ സഹായിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിനൊരു പരിധിയില്ല. അവർ കുറെ സഹായിച്ചിട്ടുണ്ട്. പല ആൾക്കാരോടായിട്ട് 7 ലക്ഷത്തോളം കടവും വാങ്ങിയിട്ടുണ്ട് ചികിത്സക്ക് വേണ്ടിയിട്ട്. ആരും കൈവിടരുത്, എല്ലാവരും സഹായിക്കണം. ഈ പറയുന്ന സാഹിറിന്റെ ഭർത്താവ് 33 വയസ്സ് മാത്രം പ്രായമുള്ള സാദിഖ് എന്ന് പറയുന്ന സഹോദരൻ ബാംഗ്ലൂരിന്റെ പലയിടങ്ങളിലും ജോലി ചെയ്ത് നല്ല രീതിയിൽ റാഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്രതീക്ഷിതമായി വന്ന ഈ രോഗം സ്പൈനൽ കോഡ് വന്ന് തളർന്നുപോയ ഒരു ഭാഗം. അങ്ങനെ തന്നെ പരസ്പരം രണ്ടാളുടെ സഹായമില്ലാതെ ഈ സാദിഖിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മാസത്തിൽ പോകണമെങ്കിൽ 20,000 ഉറുപ്പിയോളം വേണം. നമ്മുടെ ജീവിതം ഇങ്ങനെയായിപ്പോയി. തൊഴിലുറപ്പിന് പോയിട്ടുള്ള ജീവിതമാണ് ഞങ്ങൾ രണ്ടാളും. ചെറിയ പിഞ്ചു മക്കളാണ് പ്രിയപ്പെട്ടവരെ. ഇത്രയും ദയനീയമുള്ള ഒരു കുടുംബം ഈ പറയുന്ന കോളയാട് പ്രദേശത്തില്ല. സാദിഖിന്റെ വീടാണെങ്കിൽ വയനാട് ജില്ലയിലുള്ള സാദിഖ് എന്ന് പറയുന്ന സഹോദരൻ കല്യാണം കഴിച്ചത് കോളയാടാണ്. കോളയാട് മഹല്ല് പ്രദേശവും അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ പീച്ചങ്കോട് പ്രദേശവും ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹായ വീഡിയോ. എല്ലാ നന്മ മനസ്സുകളും ഈ വീഡിയോ കാണാതെ പോകരുത്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തെ നിങ്ങൾ കൊടുത്തുകൊണ്ട് സഹായിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ മക്കൾക്ക് കണ്ട് കൊതി തീർന്നില്ല പ്രിയപ്പെട്ടവരെ. 2 ചെറിയ 2 പിഞ്ചു മക്കളാണ്. കോളയാട് പഞ്ചായത്തിൽ 11-ാം വാർഡിൽ കടക്കോട് പ്രദേശത്ത് താമസിക്കുന്ന സാദിഖ് എന്ന വ്യക്തിക്ക് 2 വർഷമായി സ്പൈനൽ കോഡിന് പ്രയാസം അനുഭവപ്പെട്ട് ചികിത്സയിലാണ്. ചെറിയ കുഞ്ഞു മക്കളാണ് അവർക്കുള്ളത്. 4 സ്ത്രീകളുടെ ഒരു അത്താണിയാണ് നമ്മുടെ സാദിഖ്. തുടർന്ന് അങ്ങോട്ട് ചികിത്സക്ക് ഈ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള പ്രയാസത്തിലാണ്. കിടപ്പിലാണ്. അപ്പം നമ്മള് അവരെ പരമാവധി സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഇസ്ലാം സ്വതക്കക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ്. അത് ഏതു മതസ്ഥരിൽപ്പെട്ട ആളുകളായാലും അർഹതപ്പെട്ടവരാണെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ മതം പഠിപ്പിക്കുന്നതാണ്. അതാണ് അസ്സദഖത്തു റദ്ദുൽ ബലായ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ അയാളെ സഹായിച്ച് രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആണുങ്ങളും ഇല്ലാത്തൊരു വീടാണ്. വീട് മാത്രമല്ല, വീട് തന്നെ വളരെ പ്രയാസത്തിലാണ്. സന്മനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ 2 വർഷവും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാദിഖിന്റെ നാട്ടിലെ മെമ്പറും എടവക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളും ചെയ്തിരുന്നെങ്കിലും ഇനി അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു പിന്തുണ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാദിഖിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ നാം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് അദ്ദേഹത്തെ സഹായിക്കണമെന്നും വിനയത്തിന്റെ ഭാഷയിൽ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ എന്ത് ദാനധർമ്മങ്ങൾ ചെയ്താലും നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടിനെ ആ ദാനധർമ്മം കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വയനാട് ജില്ലയിൽ പീച്ചങ്കോട് ജുമാ മസ്ജിദ് പരിധിയിൽ താമസിക്കുന്ന എടച്ചേരി വീട്ടിൽ സാദിഖ് എന്ന് പറയുന്ന സഹോദരന്റെ വളരെ സങ്കടകരമായ